ഈ വർഷത്തെ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മാർച്ച് 13-ാം തീയതി കുംഭമാസത്തിലെ പൂരം നാളിലാണ് നടക്കുന്നത്. മാർച്ച് 5-ന് രാവിലെ 10:30 കൊടുങ്ങല്ലൂരമ്മയെ ധ്യാനിച്ച് മേൽശാന്തി അമ്മയുടെ ഉടവാളിലും തന്ത്രി മേൽശാന്തിയുടെ കയ്യിലും കാപ്പുകെട്ടിയാണ് ഉത്സവ മഹാമഹത്തിന് തുടക്കം കുറിക്കുന്നത്. പൊങ്കാല ദിവസം, അതായത് മാർച്ച് 13-ന് രാവിലെ 10:30 ശ്രീകോവിലിൽ നിന്നും തന്ത്രി അഗ്നി മേൽശാന്തിയെ ഏൽപ്പിക്കുന്നതാണ്. തുടർന്ന് മേൽശാന്തി ആദ്യം കൊച്ചു തിടപ്പള്ളിയിലും പിന്നീട് വലിയ തിടപ്പള്ളിയിലും പിന്നെ മുൻപിലെ ഭണ്ഡാര അടുപ്പിലും തീ പകരുന്നു. അതിനുശേഷം ഭക്തർക്കായി തീ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:15-നാണ് ഇത്തവണത്തെ പൊങ്കാല നിവേദ്യം നടക്കുക. പൊങ്കാല ദിവസം രാത്രി 11:30 ദേവി പുറത്തെഴുന്നള്ളി പിറ്റേ ദിവസം ഉച്ചയോടുകൂടി അമ്പലത്തിൽ തിരിച്ചെത്തും. അന്നേ ദിവസം വൈകുന്നേരം കാപ്പഴിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തിരിച്ചയക്കുന്ന ചടങ്ങ് നടത്തും. രാത്രി ഏകദേശം 1 മണിയോടുകൂടിയുള്ള ഗുരുതി ചടങ്ങുകളോടെ ഉത്സവം കഴിഞ്ഞ് നട അടയ്ക്കുകയും ചെയ്യുന്നു. വ്രതാനുഷ്ഠാന രീതികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സാധാരണ വിധി പ്രകാരം കാപ്പ് കെടുന്ന ദിവസം മുതൽ പൊങ്കാല ദിവസം വരെയുള്ള 9 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ വ്രതം നോൽക്കാവുന്നതാണ്. എന്നാൽ തീരെ നിവൃത്തിയില്ലാത്ത പക്ഷം 3 ദിവസവും വ്രതം നോൽക്കാവുന്നതാണ്. രാവിലെയും വൈകുന്നേരവും കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുകയും സമ്പൂർണ്ണ ബ്രഹ്മചര്യം ആചരിക്കുകയും വേണം. പൊങ്കാലയിടുന്ന രീതികളെപ്പറ്റി നോക്കാം. പൊങ്കാല അടുപ്പ് ഇഷ്ടിക കൊണ്ടാണ് കൂട്ടേണ്ടത്. മൺകലത്തിൽ ഉണക്കലരി ഉപയോഗിച്ച് പൊങ്കാലയിടുന്നതാണ് ഉത്തമം. പൊങ്കാല ഒരുക്കുമ്പോൾ ഗണപതിക്ക് വയ്ക്കുന്നത് വിഘ്നങ്ങളൊക്കെ അകറ്റി പൊങ്കാല ഭംഗിയായി നടക്കാൻ നല്ലതാണ്. പുലയുള്ളവർക്ക് 16 ദിവസം കഴിഞ്ഞാൽ പുലകുളിക്ക് ശേഷം പൊങ്കാല ഇടാവുന്നതാണ്. പൊങ്കാല തിളച്ചു തൂവുന്നത് കിഴക്കോട്ടാണെങ്കിൽ അത്യധികം ശുഭകരമാണെന്നാണ് വിശ്വാസം. അലക്കി തേച്ച് വസ്ത്രം ധരിച്ച് പൊങ്കാല ഇടാമെങ്കിലും പുതുകോടി ധരിച്ച് പുതിയ മൺകലത്തിൽ പൊങ്കാല ഇടണമെന്നതാണ് ശാസ്ത്രം. പൊങ്കാല സമയം ദേവീനാമങ്ങൾ ചൊല്ലി വേണം അരിയിടേണ്ടത്. കടും പായസമാണ് ദേവിയുടെ പ്രിയ നിവേദ്യം. വെള്ളച്ചോറും എല്ലാ ദേവീദേവന്മാരെ പോലെയും അമ്മയ്ക്കും പ്രധാനപ്പെട്ടതാണ്. തെരളി, ഇലയട പോലുള്ളവ ധനധാന്യ സമൃദ്ധിക്കും മണ്ടപ്പുറ്റ് തലയുമായി ബന്ധപ്പെട്ട രോഗശാന്തിക്കുമായി സമർപ്പിക്കാവുന്നതാണ്. പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് പ്രസാദം കഴിക്കുന്നതോടുകൂടി വ്രതം അവസാനിപ്പിക്കാമെങ്കിലും പൂർണ്ണത ലഭിക്കാനായി പിറ്റേ ദിവസം കുളി കഴിഞ്ഞ് തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുന്നതാണ് നല്ലത്. 101, 108, 144 എന്നീ സംഖ്യകൾ അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടതായതിനാൽ 101 കലങ്ങളിലൊക്കെ പൊങ്കാല സമർപ്പിക്കുന്നത് ദേവീപ്രീതിക്ക് ഉത്തമമാണ്. പൊങ്കാല സമർപ്പിച്ച് നേദിച്ച് ക്ഷമാപണ മന്ത്രം ചൊല്ലുന്നത് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉതകുന്നതാണ്. ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധിയും പൊങ്കാല അർപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏവർക്കും ഈ വർഷത്തെ പൊങ്കാല ആശംസകൾ.